എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയതാണ്. എൻ്റെ പുതിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തെങ്കിലും തെറ്റും കുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു പാലപ്പം ഉണ്ടാക്കാൻ പോവാണ്. രാവിലെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് രാവിലെ എണീച്ച് അടുക്കള കയറി പെട്ടെന്നൊരു പാലപ്പം റെഡിയാക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. സമയമില്ലാത്തതുകൊണ്ട് രാവിലെ പള്ളിക്കൂടത്തിൽ പോകുന്നവരെ കൊണ്ട് കുളിപ്പിക്കണം. പല ജോലികളുണ്ട്. ജോലിക്ക് പോകുന്നവർക്ക് പോകണം. പിന്നെ അതിനോട് ഞാനൊരു തക്കാളി, സവാള, തേങ്ങ അരച്ചൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് വേണ്ടത്. പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ടേസ്റ്റായ ഒരു കറിയാണ്. ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും തെറ്റും കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. തക്കാളി ചട്നി എന്ന് പറയുമ്പോഴത്തേക്കിന് തക്കാളിയും സവാളയും എല്ലാം അരിഞ്ഞ് വഴറ്റിയിട്ട് പിന്നെ തേങ്ങ ഇട്ട് വഴറ്റി അരച്ച് പെട്ടെന്നൊരു കറിയാവും. അതെ, ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്നുണ്ട്. ഒരു ഭയങ്കര പേടി ഒക്കെ ഉണ്ടായിരുന്നു. അറിയില്ല, എന്തോ പറയുന്നൊന്നും അറിയില്ല. ഇത് ചട്നിക്കറി ഉണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ചോറ് വെച്ചു. ഇതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് തന്നെ നടന്നു. കറിയെല്ലാം ആയി. ഇതിലൂടെ പാലപ്പവും ചട്നി, തേങ്ങ തക്കാളി ചട്നിക്കറി ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു. ഇന്നലെ അരിയെല്ലാം അരച്ചു വെച്ചു. അങ്ങനെ പാലപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇവിടെ എന്താ വഴി ഉണ്ടാക്കുന്നത് വിചാരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഗ്യാസ് അങ്ങ് തീർന്നു പോയി. അടുപ്പിലോട്ടാണ് വെച്ചത്. പെട്ടെന്ന് നമ്മളൊരു പാചകം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിന് ഗ്യാസ് അങ്ങ് തീരും. മറക്കല്ലേ, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പറയാൻ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ആർക്കും ഇട്ടല്ലോ. ഗുഡ് മോർണിംഗ്. പാലപ്പം റെഡിയായി.
അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.